ഹോംലെസ്സിന് വേണ്ടിയിട്ടുള്ള ഷെൽട്ടറിൽ വർക്ക് ചെയ്യുന്നു. ലൂർദിലേക്കുള്ള യാത്രയും ലൂർദിലെ പ്രാർത്ഥിക്കാൻ കിട്ടിയ അവസരവും നല്ലൊരു അനുഭവമായിരുന്നു. ഒത്തിരി നേരം പ്രാർത്ഥിക്കാനും കൃപകള് സ്വീകരിക്കാനും കഴിഞ്ഞു. അതിന് നന്ദി ഉണ്ട്. എന്താ പറയാ, പരിശുദ്ധ അമ്മയിലൂടെ ഒത്തിരി കൃപകള് കിട്ടിയ ഒരു അനുഭവം എനിക്കുണ്ട്. അത് മുന്നോട്ടും അതിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് പ്രിയ. അതാണല്ലേ പ്രിയന, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ എന്റെ? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. എന്റെ അയ്യോ, ഞാൻ പാവട്ടെ. എന്റെ പേര് സമിത. വളരെ നല്ല യാത്രയാണ്. വളരെ നല്ല യാത്രയും വളരെ നല്ല യാത്രയും മാതാവിന്റെ കൂടെ കുറെ നേരം ചെലവഴിക്കാനും പറ്റി. ഇതുപോലെ നല്ലൊരു സ്ഥലത്ത് എത്തിച്ച ജോസേട്ടനെ അതെ അതെ, എന്തായാലും പേരിന്റെ അവസാനം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇതിപ്പോ എവക്കല്ല അനുഭവം, എവിടെ കൊണ്ട് നമുക്ക് അനുഭവം. അയ്യോ അത് വേണ്ട. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ബൈ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നു. എല്ലാത്തിനും വളരെ നന്ദി. നിങ്ങളുടെ കൂടെയുള്ള യാത്ര വളരെ സന്തോഷകരമായിരുന്നു, ജോലിയായിരുന്നു. താങ്ക് യു. ഞാൻ സിസ്റ്റർ സിജ റോസ്. ഞാൻ ആദ്യമായിട്ടാണ് ലൂർദിൽ വരുന്നത്. എനിക്ക് ഏറ്റവും അനുഭവമായിട്ട് തോന്നിയത് ലൂർദിൽ നമ്മൾ വന്നെത്തിയ സമയം മുതൽ കൂടുതൽ സമയം അവിടെ ആയിരിക്കാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ഒരു കൃപയായിട്ട് തോന്നി. വേറെ ഒന്നിനും ഇതല്ലാതെ മാക്സിമം ടൈം അവിടെ ആയിരിക്കാനും മാക്സിമം പ്രാർത്ഥിക്കാനും എല്ലാത്തിനും സാധിച്ചു. പിന്നെ എൻ്റെ നിയോഗങ്ങൾ മാത്രമല്ല, മറ്റ് ഒത്തിരി പേരുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർക്കാനും അവിടെ പ്രാർത്ഥിക്കാനും പറ്റി. അതൊക്കെ എനിക്ക് സാധാരണ നിലയിൽ അങ്ങനെ പറഞ്ഞാലും പെട്ടെന്ന് ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ മറന്നു പോകാനുള്ള ഇടയാകാറുണ്ട്. പക്ഷെ എഴുതാതെ തന്നെ ഓരോരുത്തരെയും ഓർക്കാൻ പറഞ്ഞ പ്രത്യേക നിയോഗങ്ങൾ ഓർക്കാൻ പ്രാർത്ഥിക്കാൻ പറ്റി. പിന്നെ ഈ ഗ്രൂപ്പ് നല്ലൊരു രസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സിജോയുടെ ഓർഗനൈസേഷൻ കപ്പാസിറ്റിക്ക് താങ്ക് യു. സുഖാബ താങ്ക് യു. ഹലോ. എൻ്റെ പേര് സിസ്റ്റർ ജോമേരി. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്നു. ആദ്യമായിട്ട് ലൂർദ് കാണാനായിട്ട് പറ്റിയത് ഒത്തിരി സന്തോഷം. ഒത്തിരി അനുഭവങ്ങൾ മാതാവിൻ്റെ കൂടെ ആയിരിക്കാനുള്ള അവസരം കിട്ടിയത് പ്രത്യേകം നന്ദി പറയുന്നു. ഒത്തിരി നേരം പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. ഒത്തിരി പേര് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റി. മാതാവിൻ്റെ കൂടെ നടക്കുന്ന ഒരു അനുഭവം എനിക്ക് ലഭിച്ചു. പിന്നെ നല്ലൊരു ഗ്രൂപ്പായിരുന്നു. ഒത്തിരി സന്തോഷമായി എൻജോയ് ചെയ്യാൻ സാധിച്ചു. എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് സിജോയ്ക്കും ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി. നല്ല ഡ്രൈവർമാര് ഒരു കുഴപ്പമില്ലാതെ കംഫർട്ടായിട്ട് ഞങ്ങളെ കൊണ്ട് നടന്നതിന് പ്രത്യേകം നന്ദി. അച്ഛനെ പ്രത്യേകമായിട്ട് അച്ഛനുള്ളത് വലിയൊരു അനുഗ്രഹമായിരുന്നു. നമ്മുടെ കൂടെ നമ്മുടെ കുർബാന അർപ്പിക്കാനും നമ്മളെ ലീഡ് ചെയ്യാനും
ഒത്തിരി അച്ഛൻ പരിശ്രമിച്ചു. അച്ഛൻ നല്ലൊരു സഹായമായിരുന്നു. പ്രത്യേകമായിട്ട് ജോജി അച്ഛനും നന്ദി. ഇനി ഇതുപോലൊരു ഗ്രൂപ്പിലേക്ക് അച്ഛന് പിന്നെയും പോകാൻ അവസരം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് അനു. ഞാൻ 2ാം പ്രാവശ്യമാണ് ലൂർദ് സന്ദർശിക്കുന്നത്. അതും സിജോചാറിൻ്റെ കൂടെ തന്നെ ഓർഗനൈസേഷനും എല്ലാം വളരെ നന്നായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വളരെ നല്ല അനുഭവമായിരുന്നു ഈ പ്രാവശ്യത്തെ. വളരെ സന്തോഷം. പിന്നെ ഇങ്ങനെ ഹോട്ടലിൽ പോകാനും ഞാനിത് അച്ഛൻ്റെ കൂടെയും സിസ്റ്റേഴ്സിൻ്റെ കൂടെയും എല്ലാവരുടെ കൂടെയും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ നന്നായി ഡ്രൈവിംഗ് ചെയ്ത ചേട്ടന്മാർക്കും എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് സിസ്റ്റർ മെർലിൻ. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുന്നു. ഞാനവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യണം. ഞാനും ഇത് 2ാം പ്രാവശ്യമാണ് വരുന്നത്. ഞാൻ 80s ഏതാണ്ട് 90കളിൽ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ അന്നേരം ഇത്രയൊന്നും ഞങ്ങൾക്ക് പോകാൻ പെട്ടെന്ന് ഞങ്ങൾ വന്ന് പോവുക ചെയ്തത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഏറ്റവും വലിയ എനിക്കൊരു അനുഭവമായിട്ട് തോന്നിയത്, സിജോ ഞങ്ങളോട് പറഞ്ഞ് രാത്രി മുഴുവൻ അത് ഓപ്പൺ ആയിരിക്കും, അപ്പോൾ വേണേലും പോകാമെന്ന് പറഞ്ഞ് രാത്രിയിൽ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ വെളുപ്പിനെ 3:30 ഞങ്ങൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അടച്ചേക്കോ. ഞങ്ങളപ്പോൾ ഒരു നിരാശയോടെ നിന്നപ്പോൾ എവിടുന്നോ ഒരച്ഛൻ പ്രത്യക്ഷപ്പെട്ട് ആ വഴി കൂടെ പൊന്തയിൽ കൊണ്ട് ഒരു അച്ഛൻ പോകണം. അച്ഛൻ വന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടെന്ന് ചോദിച്ചു. എന്നിട്ട് അച്ഛൻ ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഗേറ്റ് ഏതാണ്ട് നമ്പർ ഇട്ട് തുറന്ന് ഞങ്ങളകത്ത് കയറ്റി. ഞങ്ങളകത്ത് ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ അകത്തുള്ളൂ, വേറെ ആരുമില്ല. 2 സെക്യൂരിറ്റികളുണ്ട്. അവർ ഞങ്ങളോടൊന്നും ചോദിച്ചില്ല. ഞങ്ങൾ ആ 3:30 തുടങ്ങി 6 വരെ ഞങ്ങൾ മാത്രമേ ആ ഗ്രോട്ടോയിലുണ്ടായിരുന്നു. അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി നേരം സന്തോഷമായിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ അനുഭവമായിട്ട് തോന്നിയത്. എല്ലാത്തിനും ഒത്തിരി നന്ദി. ലിജി, ഞാനിവിടെ ഗ്ലാഡ്ബക്കിൽ ജോലി ചെയ്യുന്നു. ഞാനും 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ലൂർദിലേക്ക് പോയത്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് വന്നതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു അവസരം കിട്ടിയതാണ് ഒന്നും കൂടി പോകാനായിട്ട്. സാധാരണ ഞങ്ങൾ ഒരു പ്രാവശ്യം പോകാറുള്ളൂ. അപ്പം ഞാനത് ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ അൺമെൽഡ് ചെയ്ത അന്ന് തൊട്ട് ഈ ഗ്രൂപ്പിനെ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ യാത്ര ഒത്തിരി എൻജോയ് ചെയ്തു. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ പ്രദർശനത്തിൻ്റെ സമയത്തും ലൂർദിൽ 3:30 തൊട്ട് 6 മണിയായിരുന്ന സമയത്ത് എല്ലാവരെയും സമർപ്പിച്ച് മാതാവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. അനുഗ്രഹപ്രദമായ ദിവസമായിരുന്നു. ഇത് ഓർഗനൈസേഷൻ ചെയ്ത സിജോയ്ക്കും ഈ യാത്രയെ നയിക്കുന്ന ഡ്രൈവർമാർക്കും പിന്നെ അച്ഛനും പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി. ഇനിയും ഈ ഗ്രൂപ്പിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ. എൻ്റെ പേര് ആന്റണി. ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസരം തന്ന ദൈവത്തിനോട് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയട്ടെ. കാരണം എനിക്ക് ഇങ്ങനൊരു യോഗം കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ ഉണ്ട്, പുണ്യപ്പെട്ട സ്ഥലങ്ങളിൽ കേരളത്തിൽ, തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഇറ്റലി വത്തിക്കാനിൽ പോയി പാപ്പേനെ കാണാൻ സാധിച്ചു. അതിന് ഞാൻ 100,000 കോടി നന്ദി പറയണേ. പിന്നെ ഇങ്ങനൊരു അവസരം തന്നേന് എൻ്റെ മക്കളോടും എൻ്റെ ഭാര്യയോടും എല്ലാവരോടും, പ്രത്യേകിച്ച് ഞങ്ങളുടെ തൊട്ട അയൽവാസിയാണ് ഇപ്പം എൻ്റെ അച്ഛൻ ജോജി അച്ഛൻ, സിസ്റ്റേഴ്സ്, പിന്നെ പ്രത്യേകിച്ച് സിജോ, പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സ് സബിത, പ്രത്യേകിച്ച് ഒരു സിസ്റ്ററിനെ കൂടി ഞാൻ പ്രത്യേകം നന്ദി പറയും. എൻ്റെ പേര് ആൽറോയ്. ഇത്രയും ഒരു ഫുൾ ഡേ മാതാവിനെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ ഡ്രൈവേഴ്സും സിസ്റ്റേഴ്സും പ്രത്യേകം അച്ഛനും മാസിൻ്റെ സമയത്തുണ്ടായ കുർബാന, ഇത്രയും നല്ലൊരു കുർബാന കൂടാൻ സാധിച്ചതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അച്ഛനും സിസ്റ്റേഴ്സിനും മൈ സ്പെഷ്യൽ താങ്ക്സ്. പ്രൈസ് ദി ലോർഡ്. ലോർഡ് ബ്ലെസ് യു ആൾ. ആദ്യം തന്നെ ഞാൻ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്, വിസിറ്റിങ്ങിന് വന്നതാണ്. പക്ഷേ ഇത്രയും നല്ലൊരു ട്രിപ്പ് ഞങ്ങൾക്ക് തന്നത് മാതാവ് തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ള ആദ്യം യാത്ര തുടങ്ങിയപ്പോൾ നയിച്ച പ്രാർത്ഥനയും പിന്നെ ഇന്നലെ ചൊല്ലിയ കൊന്തയും ഒക്കെ വളരെ മനോഹരമായി നമുക്ക് മാതാവിനോട് അടുത്ത് ചെല്ലുവാൻ സാധിച്ചു. പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അച്ഛനാണ്. അച്ഛൻ്റെ മനോഹരമായ ആ പ്രാർത്ഥനയും കുർബാനയും, പ്രത്യേകിച്ച് അവിടെ വെച്ച് നമുക്ക് 2 മാസ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചത്
ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഇത് നയിച്ച ഡ്രൈവറിനെയും ഇത് ഓർഗനൈസ് ചെയ്ത സിജോയും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എൻ്റെ പേര് ഡെല്ല, ഹസ്ബൻഡിൻ്റെ പേര് ഡിൻഡോ. ഡെലോണ, ഡിയാന 2 പിള്ളേരാണ്. അപ്പം ഞങ്ങൾ മാതാവിനോടൊത്ത് പ്രാർത്ഥിക്കാനും പിന്നെ ഞങ്ങൾ നിത്യം ബൈബിൾ വായിക്കാനുള്ള ഗ്രൂപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് സമർപ്പിച്ച്, യാത്രേനെ സമർപ്പിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവിക കൃപ നിറഞ്ഞ ഒരു ഗ്രൂപ്പായിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ്റെ സാന്നിധ്യം, സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം, അതൊക്കെ ആയപ്പോൾ ഒരു യാത്രയിലുടനീളം ഈശോയുടെ സംരക്ഷണം നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വിശുദ്ധ കുർബാനയിൽ ബൈബിൾ വായിക്കാൻ പറ്റിയത് എനിക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹം ആയിട്ട് ഞാൻ കരുതുന്നു. അതും ലൂർദിൽ മാതാവിൻ്റെ അടുത്ത് അതെനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാവും. അതിന് ദൈവത്തോടും സിജോ ചേട്ടനെ ഞാൻ ഇന്നൊന്നും കാണാത്തല്ല. പണ്ടേ മുതൽ എൻ്റെ മിറ്റാർബൈറ്റർ ആയിരുന്നു, കുടുംബമായിട്ട് അറിയാം. അപ്പോൾ എനിക്കതിന് അവസരം നിന്ന സിജോ ചേട്ടനോടും ദൈവത്തിനോടും പ്രത്യേകിച്ച് ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഈശോയുടെ അടുത്ത് ആയിരിക്കാൻ എനിക്ക് മാതാവ് നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് കൂടുതൽ സമയം അവിടെ തന്നെ പ്രാർത്ഥിക്കാനും ഫാമിലിയായിട്ട് പ്രാർത്ഥിക്കാനും എല്ലാ കൃപകളും കിട്ടിയെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അത് അനുഗ്രഹമായിട്ട് തീരട്ടെ. പ്രാർത്ഥിക്കാനും എല്ലാ കൃപകളും കിട്ടിയെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അത് അനുഗ്രഹമായിട്ട് തീരട്ടെ. മാതാവിലൂടെ ഈശോയിലേക്ക് എന്നുള്ള പോലെ തന്നെ നമ്മളെ സ്വർഗത്തിന്റെ കാവൽക്കാരിയായ മാതാവ് നമ്മളെ ഓരോരുത്തരെയും ഈ ഡ്രൈവ് ചെയ്ത് ഈ നമ്മുടെ ടീമിനെ നയിക്കുന്ന ഈ 2 ബ്രദേഴ്സ് എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്കും പിന്നെ അച്ഛനും സിസ്റ്റേഴ്സിനും ഇനി വീണ്ടും ഇങ്ങനെ അവസരങ്ങൾ ഈ ഒന്നിച്ച് ഏറ്റവും ഓരോരുത്തരും പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു. എല്ലാ ഫാമിലിയും ആർക്കും ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ സിസ്റ്റേഴ്സ് ആണെങ്കിലും വേറൊരു കുടുംബത്തിൽ നിന്ന് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണുണ്ടായിരുന്നില്ല അല്ലേ. നമുക്ക് എല്ലാവരും ഒരു ഒറ്റക്കെട്ടായി പരസ്പരം ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്തോ നമുക്കിവിടെ ജർമ്മനിയിലെ സിസ്റ്റേഴ്സിനെയൊക്കെ അച്ഛനെയൊക്കെ കാണാൻ വളരെ വിരളായിട്ടേ പറ്റാറുള്ളൂ. അപ്പൊ ഈ ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നതും ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു. അതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു. ഇത്രയും വലിയ ഗ്രൂപ്പിന് പ്രിസൈസ് ആയിട്ട് നമ്പറൊക്കെ അനുസരിച്ച് റൂം ബുക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് വർക്കാണ്. അത് പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് സിജു ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരിക്കലും കൂടെ ഒരു വലിയൊരു കൈയാണ് കൊടുക്കും. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ സിസ്റ്റേഴ്സാണ്. നമ്മൾ ശരിക്കും 6 മണിക്ക് രാവിലെ കുർബാന നമുക്ക് തുടങ്ങാൻ സാധിച്ചത് നമ്മുടെ സിസ്റ്റേഴ്സ് 3:30 ആയപ്പോൾ അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. കാരണം അവരവിടെ ഉണ്ടായിരുന്നു. നമ്മള് 5:45 ആയപ്പോൾ അവിടെ നിന്ന് മുട്ടിയപ്പോൾ ഒരു മനുഷ്യനില്ല. 6 മണിക്ക് അവിടെ തുറക്കുള്ളായിരുന്നു. അപ്പൊ സിസ്റ്റേഴ്സിനെ വിളിച്ചപ്പോൾ സിസ്റ്റേഴ്സ് അകത്തുനിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് സിസ്റ്റേഴ്സിനെ കണ്ടപ്പോ സെക്യൂരിറ്റിക്കാർ അകത്തുനിന്ന് വന്ന് നമുക്ക് തുറന്നു തന്നു. അതുകൊണ്ടാണ് നമുക്ക് സമയത്ത് കുർബാന അർപ്പിക്കാൻ സാധിച്ചത്. അപ്പോൾ സിസ്റ്റേഴ്സിന്റെ നിറസാന്നിധ്യം, കൊന്തയും മറ്റു പ്രാർത്ഥനകളും ലീഡ് ചെയ്യുന്ന മാത്രമല്ല അവർ നമുക്ക് വേണ്ടി മനസ്സോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ എനിക്ക് വളരെ ഒരു നല്ല കാര്യമായിട്ട് പറയാൻ നിങ്ങളോട് തോന്നിയത്, നമ്മൾ പലപ്പോഴും വെക്കേഷനൊക്കെ വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ്. പക്ഷെ ലൂർദിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിന്റെ കാരണം ലൂർദിലേക്ക് പോകാൻ, ലൂർദിൽ ഒരു നന്മയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള നന്മ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഇപ്പൊ മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള നിങ്ങളുടെ നല്ല മനസ്സ് തുടർന്നും അങ്ങനെ ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ ജർമ്മനിയിലായിരിക്കുമ്പോഴും അമ്മയോട് കൂടെ ആയിരിക്കാനും അമ്മയുടെ നന്മകൾ നിറഞ്ഞ് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ. ആ ഒരു നന്മ ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്. അപ്പൊ ആ നന്മയോട് ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ.
അതോടൊപ്പം തന്നെ അവസാനമായിട്ട് ഞാൻ സ്മൈൽ ഗ്രാമത്തെ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഭയങ്കര നല്ല സ്ഥലം, നല്ല ആംബിയൻസ് ആണ്. ഇപ്പോ ഏറാം എന്നുള്ള സിനിമയും ബാഹുബലി എന്നുള്ള സിനിമയും ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആ പരിസരത്താണ്. ആ വെള്ളച്ചാട്ടവും പുഴയും കാടും പച്ചപ്പും ഒക്കെ നിറഞ്ഞ സ്ഥലത്താണ് ഈ സ്മൈൽ ഗ്രാമം സ്ഥിതി ചെയ്യുക. സ്മൈൽ ഗ്രാമത്തില് ഞങ്ങള് പുതിയ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയതിന് ശേഷം ചെയ്തേക്കുന്ന ഒരു കാര്യം നല്ല ഗസ്റ്റ് റൂമുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടെ വരുന്ന എല്ലാവർക്കും നന്നായിട്ട് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു 3 എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല റൂമുകൾ, ഗസ്റ്റ് റൂമുകൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിലി റൂമുണ്ട്, 2 സിംഗിൾ റൂമുകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ന് വന്നാലും അവിടെ താമസിക്കാം. പറഞ്ഞിട്ട് വരാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ട്. ഞാൻ അവിടെ ഉണ്ടാവുന്ന ഉറപ്പാണ്. അല്ലെങ്കിലും ഞാൻ അവിടെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 3 അച്ഛന്മാർ ഞങ്ങളുണ്ട്. 3 അച്ഛന്മാരും ഇതേപോലെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് സമയത്തും അങ്ങോട്ട് സ്വാഗതം. ഈ സ്മൈൽ ഗ്രാമത്തില് ആരുമില്ലാത്ത ആർക്കും എന്ന രീതിയിലാണ് ഞങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഒക്കെ അനുസരിച്ചാണ് നമുക്ക് ആളുകളെ എടുക്കാൻ സാധിക്കുക. കുറേ പേപ്പർ വർക്കൊക്കെ ഉണ്ട്. അതിനൊത്തിരി സ്റ്റാഫും നഴ്സുമാരും മെഡിക്കൽ ആൻഡ് സൈക്കാട്രി കഴിഞ്ഞിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സും അങ്ങനെ സിസ്റ്റേഴ്സും അങ്ങനെ ഒത്തിരി സ്റ്റാഫ്, 24 സ്റ്റാഫ് മെമ്പേഴ്സ് തന്നെ ഉണ്ട്. അതോടൊപ്പം ഞങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു ഓർഗാനിക് ഫാമിംഗ് ആണ്. ജൈവ കൃഷി രീതിയിലാണ് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നിങ്ങൾ ഒരാഴ്ച അവിടെ വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം അവിടെ വന്ന് ജീവിച്ചാൽ നിങ്ങളുടെ പല ടെൻഷൻസും മാറിക്കിട്ടുമെന്ന് മാത്രമല്ല ഒരു നല്ല ആരോഗ്യവും കൂടെ അവിടെ നിന്ന് ലഭിക്കും. അപ്പം എല്ലാവരെയും സ്മൈൽ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സ്മൈൽ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത, ഞങ്ങള് വളരെ ജോയ്ഫുൾ ആയിട്ട് ആഘോഷങ്ങളോടെ ജീവിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ആഘോഷങ്ങളിൽ ഒരു പക്ഷേ ഞങ്ങളുടെ കൂടെ ആഘോഷിക്കാൻ സാധിച്ചാൽ നല്ലതായിരിക്കും. മാസാമാസം ഞങ്ങൾ ബർത്ത്ഡേസ് ആഘോഷിക്കാറുണ്ട്. അവരൊരു പള്ളിയുണ്ട്, ഒരു ഹാളുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ആഘോഷങ്ങൾ സ്മൈൽ ഗ്രാമത്തിൽ വെച്ച് നടത്താം. സ്പെഷ്യലായിട്ട് ഒരു കുർബാനയും ഒപ്പം കലാപരിപാടികളും അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്താനുള്ള സ്ഥലവും സാഹചര്യവും ഒക്കെ ഉണ്ട്. അപ്പോൾ മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് ആഘോഷിക്കാം, താമസിക്കാം. ഒപ്പം അവർക്ക് പറ്റുന്ന എന്തെങ്കിലും ശുശ്രൂഷകളും സഹായങ്ങളും ഒക്കെ ചെയ്യാനായിട്ടും ശ്രമിക്കാം. ഈ വർഷം അടുത്ത വർഷം മുതൽ നമ്മൾ പാവപ്പെട്ട പെൺകുട്ടികൾക്കുള്ള ഒരു ഹോസ്റ്റലും കൂടി തുടങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വല്ല പരിചയത്തില് പ്രിഫറബിളി കാത്തലിക് ആയിട്ടുള്ള പെൺകുട്ടികൾ പഠിക്കാൻ നല്ല കഴിവുണ്ട്. CBSE ട്രെയിനിങ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ കഴിവുണ്ട്, പക്ഷെ പഠിപ്പിക്കാൻ സാഹചര്യം ഇല്ലാത്ത മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അവരെ അഡ്മിഷൻ എടുക്കാം. ഈ വർഷം അവസാനം വരെ, ഈ വർഷം ഒരു മെയ് മാസം വരെയൊക്കെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. പറഞ്ഞു വെക്കുകയാണെങ്കിൽ എടുക്കാൻ സാധിക്കും. ഒരു 2ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ കുട്ടികൾക്കാണ് പ്രിഫറൻസ് കൊടുക്കുന്നത്. പക്ഷെ പഠനത്തിന് മുമ്പിലാണ്, പഠിക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ ഏത് ക്ലാസ്സുകളിലാണെങ്കിലും എടുക്കും. 10ാം ക്ലാസ് വരെയാണ് ആ സ്കൂളിൽ സ്കോപ്പ് ഉള്ളത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. നിങ്ങളുടെ കമ്പനി അല്ലെ, നിങ്ങളുടെ കമ്മ്യൂണിയൻ വളരെ നന്നായിരുന്നു. ഒരു കുടുംബം പോലെ ഒരേ മനസ്സോടെയുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. തുടർന്നും അങ്ങനെ ഹൃദ്യമായി സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും സർവേശ്വരൻ നിങ്ങൾക്ക് തുടർന്നും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ദൈവത്തിന് സ്തുതി. താങ്ക് യു.